മദീന ജിദ്ദ ഹൈവേയിൽ മലയാളി കുടുംബം വാഹനാപകടത്തിൽപ്പെട്ടു. ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ 4 പേർ മരണപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നു. അഫ്താബ്, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എവിടുത്തുകാരാണ്? ധന്യ, അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരം മദീനയിലെ സാമൂഹ്യ പ്രവർത്തകർ പങ്കുവെക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ജിദ്ദയിൽ നിന്നും മദീനയിലേക്ക് സന്ദർശനത്തിന് പോയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ 7 പേർ പെട്ടതായിട്ടാണ് വിവരം. നിലവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ വെള്ളില സ്വദേശികളായ നടുവത്ത് കളത്തിൽ ജലീൽ, ഇങ്ങനെയാണ് പാസ്പോർട്ടിൽ ഇദ്ദേഹത്തിന്റെ പേരുള്ളത്. ഇദ്ദേഹവും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ജലീലും അദ്ദേഹത്തിന്റെ ഭാര്യ കോഴിക്കോട് അരിപ്ര സ്വദേശിയായ തോടങ്ങൽ തസ്ന എന്നറിയപ്പെടുന്ന ഇവരുടെ ഭാര്യ, അതോടൊപ്പം മകൻ ആദിൽ, ഇവർ മരണപ്പെട്ടതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഇവരുടെ മാതാവ് കക്കേങ്ങിൽ മൈമൂന, ഇവരും മരണപ്പെട്ടതായും ഈ സാമ്യ പ്രവർത്തകർ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങനെ 4 മലയാളികൾ ഈ അപകടത്തിൽപ്പെട്ടു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇവർ മദീനക്കും ജിദ്ദയിലും ഇടയിലുള്ള വാദി ഫറ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ഇവിടെ വെച്ച് മറ്റൊരു വാഹനവുമായി, ട്രക്കുമായി എന്നാണ് പറയപ്പെടുന്നു. ഒന്ന് തുടരാമോ? സാമൂഹ്യ പ്രവർത്തകൻ ഷഫീഖ് ചേരുന്നുണ്ട്. ശ്രീ ഷഫീഖ്, താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തില് 7 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ 4 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു ആൺകുട്ടിയും ജലീല്, എല്ലാവരും മലയാളികളാണ് അല്ലേ? അതെ, എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതില് 3 പേര് മദീനത്തെ ഹോസ്പിറ്റലുണ്ട്, 2 പേര് ജർമ്മൻ ഹോസ്പിറ്റലും, ഒരു കുട്ടി കിങ് ഫഹദ് ഹോസ്പിറ്റലാണുള്ളത്. ഷഫീഖ്, ഇവര് എവിടുത്തുകാരാണ്? അവര് കോഴിക്കോട് മലപ്പുറം സ്വദേശികളാണ്. തിരൂർക്കാട് സ്വദേശികളാണ്. അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? NRIs ആണോ? അവര് ജിദ്ദയിൽ സെറ്റിലാണ്. ഇവിടെ മദീനത്തേക്ക് സിയാറത്തുമായി ബന്ധപ്പെട്ട് വന്നതാണ്. മദീന സന്ദർശനവുമായി ബന്ധപ്പെട്ട് വന്നെത്തിയതാണ്. ഈ പരിക്കേറ്റതും ഇവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് തന്നെയാണോ? അതെ, അവരെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരെവിടെയാണ്? ഏത് ആശുപത്രിയിലാണ്? ഇവര് ജർമ്മൻ ഹോസ്പിറ്റലിൽ 2 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിക്ക് അൽഹംദുലില്ലാഹ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലാണുള്ളത്. ഒരു കുട്ടിയുള്ളത് കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ 404 ബെഡ് നമ്പറിലാണുള്ളത്. ആ കുട്ടിക്ക് കാലിൽ ചെറിയ ഫ്രാക്ചറാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ 2 ഹോസ്പിറ്റലിൽ നമ്മുടെ കേന്ദ്ര പ്രവർത്തകര് സജീവമായിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളെ ബന്ധപ്പെടാൻ സാധിച്ചോ? അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ഈ കമ്പനി, ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സ്പോൺസർ, അതായത് ഹംന ഹോസ്പിറ്റലും വാദിഫറ ഹോസ്പിറ്റലാണ് 4 ബോഡികളുള്ളത്. അദ്ദേഹം ഒരു അരമണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നതാണ്. ശരി, നന്ദി ശ്രീ ഷഫീഖ്. താങ്കൾ തിരക്കിലാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങളുണ്ട്. മലയാളികളാണ് എന്നാണ് അറിയുന്നത്. കോഴിക്കോട് മലപ്പുറം സ്വദേശികളാണെന്ന് മനസ്സിലാക്കുന്നു. ഷഫീഖ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുട്ടികളാണ് ആശുപത്രിയിൽ ഇപ്പോഴുള്ളത്. 7 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്ന കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല, കാര്യമായ പരിക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കൂടുതൽ വിവരം ആശുപത്രിയിൽ നിന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും കോഴിക്കോട് മലപ്പുറം പ്രദേശത്തുള്ളവരാണ് എന്നാണ് പറയുന്നത്. അഫ്താബ് റഹ്മാൻ വീണ്ടും ചേരുന്നുണ്ട്. അഫ്താബ്, മറ്റ് നടപടികളുടെ വിവരങ്ങൾ, ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ധന്യ, ഇത് സ്വാഭാവികമായിട്ടും അപകടം സംഭവിച്ച സ്ഥിതിക്ക് സമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ്. നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇവരുടെ പാസ്പോർട്ടിലുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ അന്തരമുണ്ട്. അതായത് ലഭ്യമായ വിവരപ്രകാരം മലപ്പുറം ജില്ലയിലെ വെള്ളില UK പടി സ്വദേശികളാണ് ഇവർ. പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ മങ്കടക്കടുത്തുള്ള തിരൂർക്കാട് തോണിക്കര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇവർ താമസമാക്കിയിട്ടുള്ളത്. ഇവർ ജിദ്ദയിൽ സമേതം താമസിക്കുന്നവരാണ്. ഇവർ മദീനയിലേക്ക്, ഈ പറഞ്ഞതുപോലെ തന്നെ പ്രവാചക പള്ളിയിലേക്ക് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെട്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിൽ 4 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരം. ജലീൽ, അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ അദ്ദേഹത്തിന്റെ ഉമ്മ, അതോടൊപ്പം തന്നെ ഒരു മകൻ,
ബാക്കിയുള്ള 2 കുട്ടികൾ 2 പെൺമക്കൾ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ തരത്തിലാണ് നിലവിൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മറ്റാരെങ്കിലും സൗദിയിൽ ഉണ്ടോ എന്നുള്ള കാര്യം സാമ്യ പ്രവർത്തകർ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഈ ജലീലിന്റെ സ്പോൺസർ ആയിട്ടുള്ള വ്യക്തി സൗദി പൗരൻ, അദ്ദേഹം ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്തുകയും നടപടിക്രമങ്ങൾക്കായി നേതൃത്വം നൽകുകയും ചെയ്യും.